കളമശ്ശേരി കഞ്ചാവ് കേസിൽ സിപിഎമ്മിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സിപിഎം രാഷ്ട്രീയ രക്ഷകർതൃത്വം നൽകുന്നതിനാൽ ലഹരി വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുക ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പിടിയിലായവർ കുറ്റവാളികളാണെന്ന് എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടും മന്ത്രിമാർക്ക് എന്താണ് ഇത്ര വിഷമം? എസ്.എഫ്.ഐ നേതാക്കൾ കഞ്ചാവുമായി പിടിയിലായാൽ പ്രതിപക്ഷം അതേക്കുറിച്ച് പറയേണ്ടേ എന്നും സതീശൻ ചോദിച്ചു. കൈരളി ടി.വി പറഞ്ഞാൽ കെ.എസ്.യുക്കാർ പ്രതിയാകില്ലെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിൽ 2 കിലോ കഞ്ചാവുമായി എസ്.എഫ്.ഐ നേതാവിനെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായത് എസ്.എഫ്.ഐ നേതാവാണെന്ന് മന്ത്രിമാരായ രാജീവും മുഹമ്മദ് റിയാസും അംഗീകരിച്ചാൽ മതി. പ്രിൻസിപ്പൽ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടിയുണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്രയോ തവണ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. എസ്.എഫ്.ഐ നേതൃത്വത്തിലാണ് കഞ്ചാവ് കച്ചവടം നടത്തിയത്. എസ്.എഫ്.ഐ നേതാക്കൾ പിടിയിലായാൽ അതേക്കുറിച്ച് പറയേണ്ടേ? ഇതുതന്നെയാണ് പൂക്കോടും കോട്ടയത്തും നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കോളേജുകളിലെ റാഗിങ്ങിന് കാരണം തന്നെ എസ്.എഫ്.ഐ നേതാക്കൾക്ക് ഡ്രഗ്സ് വാങ്ങാൻ പണം നൽകാത്തതാണ്. പല സ്ഥലങ്ങളിലും എസ്.എഫ്.ഐ നേതാക്കളാണ് ലഹരി കച്ചവടം നടത്തുന്നത്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. ലഹരി സംബന്ധിച്ച വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുകയും വിഷയം പൊതുസമൂഹവും മാധ്യമങ്ങളും ഏറ്റെടുത്തപ്പോഴാണ് പോലീസ് പരിശോധനകൾക്ക് തയ്യാറായത്. കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണെന്ന് സർക്കാരും 2 മന്ത്രിമാരും അറിയുന്നത് ഇപ്പോഴാണോ? ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴും മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോഴുമാണോ അവർ അറിയുന്നത്? 2022 ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയതാണ്. എന്നിട്ട് 2 വർഷവും സർക്കാർ ഒന്നും ചെയ്തില്ല. 5ഉം 6ഉം ഗ്രാമുമായി വരുന്നവനെയും പിടിച്ച് നടക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ആളുകളെ പിടിക്കുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് ലഹരി വസ്തുക്കൾ വരുന്നതെന്നാണ് കണ്ടെത്തേണ്ടത്. ലഹരി മാഫിയകളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമായാണ് എസ്.എഫ്.ഐ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. അതിൽ മന്ത്രിമാർക്ക് എന്താണ് ഇത്ര വിഷമം? അവർ കുറ്റവാളികളാണെന്ന് എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ. ലഹരി മാഫിയകൾക്ക് രാഷ്ട്രീയ രക്ഷകർതൃത്വം ഉണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയവൽക്കരിക്കും. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയം രക്ഷകർതൃത്വം നൽകാനാവില്ല. അത് നൽകുന്നത് അധികാരത്തിന്റെ പരിധിയിലിരിക്കുന്നവരാണ്. അതേസമയം എസ്.എഫ്.ഐ യൂണിയൻ സെക്രട്ടറി പിടിയിലാകുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു. പൂക്കോടും കോട്ടയത്തുമുണ്ടായ സംഭവങ്ങൾ ഇതിന്റെ തുടർച്ചയാണ്. ലഹരിമരുന്ന് ഉപയോഗിച്ച് 150 പേരുടെ മുന്നിലാണ് ഒരാളെ വിവസ്ത്രനാക്കി റാഗിംഗ് ചെയ്തത്. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതാണോ കെട്ടിത്തൂക്കിയതാണോ എന്ന് ഇപ്പോഴും അറിയില്ല. കോട്ടയത്ത് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തിക്കീറി മുറിവിൽ ഫെവിക്കോൾ ഒഴിച്ച് അത്രയും ക്രൂരമായ റാഗിംഗ് ചെയ്യണമെങ്കിൽ ഡ്രഗ്സ് അഡിക്ഷനുണ്ട്. അതിന് നേതൃത്വം നൽകിയത് എസ്.എഫ്.ഐ നേതാക്കളാണ് എന്നും സതീശൻ ആരോപിക്കുകയും ചെയ്തു. അതേസമയം കടയ്ക്കൽ ക്ഷേത്രത്തിൽ പുഷ്പനെ അറിയാമോ എന്ന ഗാനമേള നടത്തി. എന്നിട്ട് പിന്നിലുള്ള വീഡിയോ വാളിൽ അരിവാൾ ചുറ്റുക നക്ഷത്രവും ഡിവൈഎഫ്ഐയും സിപിഎമ്മും ഒക്കെ തെളിയുന്നു. നാണം കെട്ട പാർട്ടിയാണിത്. അവിടെ ഒരു സംഘർഷമുണ്ടാക്കി ബി.ജെ.പി ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണോ ഇവരുടെ ലക്ഷ്യം? ഇവനൊന്നും പാട്ട് പാടാൻ വേറെ സ്ഥലമില്ലേ? അമ്പലത്തിലെ ഗാനമേളയിൽ ഭക്തജനങ്ങളോടാണോ പുഷ്പനെ അറിയുമോ എന്ന് ചോദിക്കുന്നത്? ഇവരോടൊക്കെ വേറെ പണി നോക്കാൻ പറയണം. ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചാണ് പ്രശ്നമെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു.